നവംബർ 18-ാം തീയതി ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും വായിച്ചിരിക്കേണ്ടത് ന്യൂസ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ പേജ് 1-ൽ തന്നെയുള്ള ഇന്ത്യ നൈജീരിയ വിൽ ജോയിൻ ഹാൻഡ്സ് ടു ടാക്ക് ടെററിസം പൈറസി ഡ്രഗ് ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഇന്ത്യ നൈജീരിയ വിസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ടോപ്പിക് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ ഒരു ഡിസ്കഷന്റെ ഔട്ട്കം ആണ് ആക്ച്വലി ഈ ഒരു വാർത്തയിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യ നൈജീരിയ റിലേഷൻസ് നോക്കണം, അതുപോലെ തന്നെ നൈജീരിയയുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള പ്രത്യേകിച്ചും ആഫ്രിക്കൻ കൺട്രീസുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു വിസിറ്റ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഇന്ത്യ കണ്ടക്ട്സ് ഹിസ്റ്റോറിക് ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ഹൈപ്പർസോണിക് മിസൈൽ വിത്ത് എ റേഞ്ച് ഓഫ് 1500 കിലോമീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് വാർത്ത, ഏതാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ഗ്രോയിങ് എപ്പിഡമിക് എന്ന പേരിൽ പേജ് 6-ൽ എഡിറ്റോറിയൽ വന്നതാണ്. വേൾഡ് ഡയബറ്റിസ് ഡേ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡയബറ്റിസ് ഡേയുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള ഡയബറ്റിസ് ഡാറ്റ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ടൊബാക്കോ അല്ലെങ്കിൽ പുകയിലയുടെ റോള് എന്താണെന്ന് കൂടി ഈ ഒരു എഡിറ്റോറിയൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു എഡിറ്റോറിയൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് പേജ് 6-ൽ തന്നെയുള്ള മറ്റൊരു എഡിറ്റോറിയലാണ് നോ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ നടക്കുന്ന ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെ കുറിച്ചാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. അതിൽ ഈ ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി ഫെയിലിയേഴ്സോ മറ്റു ഒന്നും കാണുന്നില്ല. ഇത് ഇത്തരത്തിലുള്ള ഇസ്രായേൽ ഗാസയിൽ അതിക്രമം നടത്തുന്നതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ അതിൽ ഇസ്രായേൽ യാതൊരു ഉത്തരവാദിത്തവും എടുക്കുന്നില്ല എന്നുള്ളതാണ് എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇസ്രായേലിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തത് പേജ് 6-ൽ തന്നെയുള്ള എഡിറ്റോറിയൽ ആണ് ന്യൂ ജസ്റ്റീഷ്യ ആൻഡ് റീ ഇമാജിനിങ് ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ കോടതികളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ രൂപം, അതായത് ക്ലോസ്ഡ് ഐ ഉള്ള ആ ഒരു സ്ത്രീ രൂപം, അതിനെയാണ് ജസ്റ്റീഷ്യ സിംബൽ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഓപ്പൺ ഐഡ് ജസ്റ്റീഷ്യ സിംബൽ നമ്മുടെ കോടതികളിൽ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസും ഇന്ത്യൻ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. ഇന്ത്യൻ ജുഡീഷ്യറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഒരു പുതിയ മാറ്റം, എന്താണ് ഇതിനെ സിംബലൈസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് COP29 ബക്കുവിൽ നടക്കുവാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെവലപ്ഡ് കൺട്രീസിന്റെ സ്റ്റാൻഡിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. എ ഡിവാസ്റ്റേറ്റിംഗ് ബ്ലോ ടു ഗ്ലോബൽ ക്ലൈമറ്റ് എഫേർട്സ് എന്ന് പറഞ്ഞിട്ടാണ് ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഈ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ താല്പര്യങ്ങൾ, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ മാറ്റിവെച്ചു. അവർ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ കാര്യമായിട്ടുള്ള എഫേർട്ട് എടുക്കുന്നില്ല, ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പോളിസി ഷിഫ്റ്റുകൾ എങ്ങനെയാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ പാരീസ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ആ ഒരു ഡീവിയേഷൻ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഔട്ട്കം, അല്ലെങ്കിൽ അതിന്റെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട എഫേർട്ടുകളുടെ ഔട്ട്കം എന്ന് നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സോ ആ ഒരു ആർട്ടിക്കിൾ മനസ്സിലാക്കി എന്താണ് പുതിയ ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രീസിലുള്ള ആ ഒരു പോളിസി ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ജർമ്മനി ഈസ് ഹെഡഡ് ഫോർ എ സ്നാപ്പ് പോൾസ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സ്നാപ്പ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം. വിചാരിച്ചതിലും നേരത്തെ ഉണ്ടാവുന്ന ഇലക്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് ഈ സ്നാപ്പ് പോൾ, എന്താണ് അത്തരത്തിൽ സംഭവിക്കാൻ കാരണം എന്നുള്ളത് ബ്രീഫായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് വൈ were the Kerala IAS officers suspended എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഗവേണൻസുമായി ബന്ധപ്പെട്ട് എന്താണ് IAS ഓഫീസേഴ്സിന്റെ കണ്ടക്ട് റൂൾസ് സ്പെസിഫൈ ചെയ്യുന്നവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ, എങ്ങനെയാണ് ഈ റൂൾസിൽ എന്തെങ്കിലും റിവ്യൂ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ആ റൂൾസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൺബിക്കമിങ് ഓഫ് ആൻ ഓഫീസർ എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കണ്ടക്ട് റൂൾസിന്റെ ഒരു ഓവർവ്യൂ ആണ്. അതുപോലെ തന്നെ കേരളത്തിലെ IAS ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കണ്ടക്ട് റൂൾസിന്റെ വയലേഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളും ആ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗവേണൻസുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അടുത്തത് ന്യൂ ഇൻഫീഷ്യസ് ഡിസീസ് എമോങ് ബീസ് ത്രട്ടൺ വേൾഡ് എക്കണോമീസ് ആണ്. പേജ് 80-ൽ വന്നാണ്. ഈ ഒരു ബീസിനിടയിൽ അല്ലെങ്കിൽ തേനീച്ചകൾക്കിടയിൽ ഒരു ഇൻഫെക്ഷ്യസ് പകരുന്ന രോഗം പടരുന്നുണ്ട്. ഇത് ലോക എക്കണോമിനെ ത്രട്ടൺ ചെയ്യുന്നു. അപ്പോൾ ബീസ് എങ്ങനെയാണ് എക്കണോമീസിനെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിൽ പ്രത്യേകിച്ചും പോളിനേഷനിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നതാണ് ഈ ഒരു തേനീച്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു തേനീച്ചകളുടെ ഇമ്പോർട്ടൻസ്, അതിന്റെ റോൾ, ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുന്നതിൽ എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ഡിസീസ് അതിന് കാരണമാകുന്നത്, ഈ ഡിസീസ് എങ്ങനെയാണ് ആ ഒരു ഇക്കോസിസ്റ്റത്തെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ ഇൻവാസീവ് സ്പീഷീസുകൾ എങ്ങനെയാണ് ബീസിനെ ബാധിക്കുന്നത് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് ബിഗ് ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചർ ആയിരിക്കും. സൗത്ത് ഈസ്റ്റ് ഏഷ്യാസ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ്
നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. സിറാട്ട ഡാം, ഇന്തോനേഷ്യയിലെ സിറാട്ട ഡാമിലാണ് ഇത് വന്നത്. അപ്പോൾ ആ ലൊക്കേഷൻ എന്താണ്, ഈ ഒരു പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, 2 cheers ഫോർ ദ ടോപ്പ് കോർട്സ് ബുൾഡോസർ ജഡ്ജ്മെന്റ്. എഡിറ്റോറിയൽ ആണ്. സുപ്രീം കോടതി പ്രത്യേകിച്ചും ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ പോലീസിന്റെ കടന്നുകയറ്റത്തിനെതിരെ നടത്തിയിട്ടുള്ള ജഡ്ജ്മെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്, എഡിറ്റോറിയൽ ആണ്. നമ്മൾ ഓൾറെഡി ഈ ടോപ്പിക് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് വന്നപ്പോൾ തന്നെ. അപ്പോൾ അതുമായി ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്, എഡിറ്റോറിയൽ ആണ് എന്നുകൂടി ഓർത്തുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളുടെ അനാലിസിസ്, ന്യൂസ് അനാലിസിസ് ഡിസ്കഷൻ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ മെമ്പർ കമ്മ്യൂണിറ്റിയിലായിരിക്കും ലഭ്യമാകുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അനാലിസിസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.